മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് +1 ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ബോർഡ് എക്സാമിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ളതാണ്, ഡെറിവേഷൻ പാർട്ടും ഉള്ളതാണ്. നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും എളുപ്പമായിട്ട് എങ്ങനെയാണ് നമുക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. ഒരു റിവിഷൻ ടിപ്സ് പോലെ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പല ഡെറിവേഷൻസും വളരെ സിമ്പിളായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നമുക്കപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന +1 ഫിസിക്സിലെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ടോപ്പിക്സിലേക്ക് പോകാം. ആദ്യമായിട്ട് പാസ്കൽസ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. The pressure applied at any point on a continuous fluid in equilibrium is equally transmitted to all other points എന്നതാണ് നമുക്ക് പാസ്കൽസ് ലോ പറഞ്ഞു തരുന്നത്. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഫ്ലൂയിഡിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ അത് ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്ത് എല്ലാ പോയിൻറ്റ്സിലേക്കും എല്ലാ ഡയറക്ഷനിലോട്ടും പോകും എന്നതാണ് പാസ്കൽസ് ലോ പറഞ്ഞു തരുന്നത്. പാസ്കൽസ് ലോയ്ക്ക് കുറേ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന്. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് എങ്ങനെ പെട്ടെന്ന് പഠിച്ചു തീർക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. അതിന് ഇവിടുത്തെ പിസ്റ്റൺ ഏരിയ A1, ഇവിടെ A2, ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. നമ്മളിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിനെ ഉയർത്തി നിർത്തണം. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, ഹൈഡ്രോളിക് ലിഫ്റ്റിലെ മെക്കാനിസം. അപ്പോൾ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണെങ്കിൽ ആദ്യം ഫിഗർ മസ്റ്റാണ്. അതിനുശേഷം നമ്മൾ പറയേണ്ടത് 2 pistons are separated by the space filled with a liquid ഉണ്ടല്ലോ. A piston of small area of cross section is used to exert force directly on the liquid. ഇവിടെ നിന്നിട്ട് ഒരു ഫോഴ്സ് നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്നത് ഫോഴ്സ് ബൈ ഏരിയയാണ്. F1/A1 ആണ് അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ. മനസ്സിലായോ? ഇവിടുത്തെ ഫോഴ്സ്, ഇവിടുത്തെ ഏരിയ. ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ. ഓക്കെ. ദിസ് പ്രഷർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദി ലിക്വിഡ്. അപ്വേർഡ് ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് പിസ്റ്റൺ. അതായത് ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് പിസ്റ്റൺ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഫ്ലൂയിഡിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ അപ്വേർഡ് ഫോഴ്സ് ആയിട്ട് മാറും. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, ദിസ് പ്രഷർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദി ലിക്വിഡ്, അപ്വേർഡ് ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് പിസ്റ്റൺ. അപ്പം F2 എന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ F2 = P × A2. അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് F1 A1 കൊണ്ടിട്ടാവുന്നത്, അതിനെ നമ്മൾ A2 കൊണ്ട്, അതിൻ്റെ ഏരിയ കൊണ്ടിട്ട് സെക്കൻഡ് പോർഷൻ്റെ ഏരിയ കൊണ്ടിട്ട് സെക്കൻഡ് പിസ്റ്റണിൻ്റെ ഏരിയ കൊണ്ടിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും F1/A1 × A2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് F1 × A2/A1. ദാറ്റ് മീൻസ് ദസ് applied force increased by a factor A2/A1 to get large force on second piston. That means A1 should be small, A2 should be large. എന്ന് വെച്ചാൽ ചെറിയ ഒരു പ്രഷർ, ചെറിയൊരു ഫോഴ്സ് നമ്മൾ A1 എന്ന ഡയറക്ഷനിൽ അപ്ലൈ ചെയ്താൽ ഒരു ലാർജ് ഫോഴ്സാണ് A2 എന്നതിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ചെറിയ നമ്മൾ എനർജി വെച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഫോഴ്സ് വെച്ചിട്ട് നമുക്ക് വലിയൊരു ഒബ്ജക്റ്റിനെ ഉയർത്തി നിർത്താൻ പറ്റും എന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് കൊണ്ടിട്ടുള്ള പ്രത്യേകത. ഓക്കെ. അടുത്തതായിട്ട് പ്രഷർ ഡെപ്ത് റിലേഷനാണ് പറയുന്നത്. അതായത് ഒരു സിലിണ്ടറിനകത്ത് ഒരു ഫ്ലൂയിഡ് ലൈക്ക് വാട്ടർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് മറ്റൊരു ഒബ്ജക്റ്റ്, ഒരു സിലിണ്ടർ രൂപത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ഇവിടെ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സർഫസിൽ A ആണ് അതിൻ്റെ A എന്ന് പറഞ്ഞിട്ടുള്ള ആ റീജിയനിൽ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ P1A എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സ് താപ്പോട്ടേക്ക് ബോട്ടം സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സിലിണ്ടറിൻ്റെ വെയ്റ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അത് mg എന്ന ഫോഴ്സാണ്, mg എന്നതാണ്. അടുത്തതായിട്ട് ഒരു അപ്വേർഡ് ഫോഴ്സ് P2A എന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നോക്കുക, ഞാൻ ഈ ആരോ ഇവിടെയുമാണ് ഇട്ടിരിക്കുന്നെങ്കിലും P1Aയും P2Aയും ഇവിടെ അല്ല ആക്ട് ചെയ്യുന്നത്, ഈ സർഫസിലാണ്. ഓക്കെ. P2A ഇവിടെ ആക്ട് ചെയ്യും, P1A ഇവിടെ ആക്ട് ചെയ്യും. കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇതിട്ടേക്കുന്ന ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിലാണ്. റിസൾട്ടൻ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് അതുകൊണ്ട് 0 ആയിരിക്കും. റിസൾട്ടൻ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ബാലൻസ്ഡ് ബൈ ദി വെയ്റ്റ് ഓഫ് ദി എലമെൻറ്റ് എന്ന കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. എന്താ? റിസൾട്ട് ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ബാലൻസ്ഡ് ബൈ ദി വെയ്റ്റ് ഓഫ് ദി എലമെൻറ്റ്. അതായത് P2A, അതായത് റിസൾട്ട് ഓഫ് ദി
റിസൾട്ടൻറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ബാലൻസ്ഡ് ബൈ വെയിറ്റ് ഓഫ് ദി എലമെൻ്റ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് മുകളിലേക്കും താഴേക്കുള്ള വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത് mg ആണ്. അതായത് P2a, അതായത് താഴ്ന്ന് മുകളിലോട്ടുള്ളത് മൈനസ് P1a ഈക്വൽ ടു mg. ദാറ്റ് മീൻസ് P2 മൈനസ് P1 ഇൻറ്റു a ഈക്വൽ ടു mg. അതിൽ നിന്നും P2 മൈനസ് P1 ഇൻറ്റു a ഇൻറ്റു AH rho g. അതെങ്ങനെ AH rho g വന്നതെന്ന് ചോദിച്ചാൽ മാസിന് നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കി വോളിയം ഇൻറ്റു ഡെൻസിറ്റി, മാസ് ഇസ് ഈക്വൽ ടു v rho. ഇനി വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് AH rho എന്നാകും അല്ലേ, AH rho, പിന്നെ ഇവിടെ ഒരു g, ദെൻ AH rho g. അങ്ങനെ നമ്മൾ mgക്ക് AH rho g എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എയും കട്ട് ചെയ്ത് കളഞ്ഞു. P2 ഇസ് ഈക്വൽ ടു P1 പ്ലസ് H rho g. ഓക്കെ, ദാറ്റ് മീൻസ് ജനറലായിട്ട് P ഇസ് ഈക്വൽ ടു PA പ്ലസ് H rho g എന്ന് പറയാം. അപ്പോൾ P2 എന്ന ഇവിടുത്തെ P2 നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ പ്രഷർ P2 എന്ന് പറയുന്നത് P1 പ്ലസ് H rho g എന്ന് എടുത്താൽ മതി. ഇങ്ങനൊരു കണ്ടീഷൻ ഏതൊരു പ്രോബ്ലത്തിൽ ചോദിച്ചാലും നമുക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ പ്രഷർ ഡെപ്ത് റിലേഷൻ നമുക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. നമുക്കിനി ഇത് ഇമ്പോർട്ടൻസ് കുറവാണ്, പ്രോബ്ലം ഒക്കെ വരുമ്പോഴാണ് ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻസ് ഉള്ളത്. അടുത്തതായിട്ട് സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്ന് നോക്കാം. എളുപ്പമാണ്. സ്ട്രീം ലൈൻ എന്താ, സ്റ്റഡി ഫ്ലോയ്ക്ക് പറയുന്ന പേരാണ്. സ്റ്റഡി ആയിട്ട് വാട്ടറിൻ്റെ ലെയേഴ്സ് ഒഴുകി അടക്കുന്നു. മീൻസ് അവിടെ ഫ്ലോയിൻ്റെ റേറ്റ് കുറവായിരിക്കണം. ഒരു സ്മോൾ ഫ്ലോ റേറ്റ് ഉള്ളപ്പോൾ മാത്രമാണ് സ്ട്രീം ലൈൻ ഫ്ലോ ഒക്കെ അറിയുക. അപ്പോൾ എന്തായാലും എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് നോക്കാം. ഫ്ലോ ഓഫ് ലിക്വിഡ് സെഡ് ടു ബി സ്റ്റഡി if at any point the velocity of each passing fluid particle remains in constant in time. അതായത് വെലോസിറ്റീസ് എല്ലാം അടുത്തടുത്ത് പോകുന്ന ആ വാട്ടർ ലെയേഴ്സിന് സെയിം ആയിരിക്കണം. ഇങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് സെഡ് ടു ബി സ്റ്റഡി ആവണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഇഫ് അറ്റ് എനി പോയിന്റ് ദി വെലോസിറ്റി ഓഫ് ഈച്ച് പാസിംഗ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റിമെയിൻസ് ഇൻ കോൺസ്റ്റന്റ് ഇൻ ടൈം. ഓക്കെ, ദെൻ ബട്ട് ദി വെലോസിറ്റീസ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് മേ ഡിഫർ. ഡിഫറെൻറ്റ് പോയിന്റിൽ വെലോസിറ്റീസ് ഡിഫറെൻ്റ് ആയാലും കുഴപ്പമില്ല. അതായത് ലോ സ്പീഡ് ആയിരിക്കണം എന്നതാണ് അതുകൊണ്ട് നമ്മൾ ലോജിക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതായത് ലോ സ്പീഡിലുള്ളിടത്താണ് സ്ട്രീം ലൈൻ ഫ്ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, സ്ട്രീം ലൈൻ ഫ്ലോ ഒക്കെ ചെയ്യുന്നത്. അടുത്തതായിട്ട് അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ദി പാത്ത് ടേക്കൺ ബൈ എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അണ്ടർ സ്റ്റഡി ഫ്ലോ ഈസ് എ സ്ട്രീം ലൈൻ ഫ്ലോ. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ദി പാത്ത് ടേക്കൺ ബൈ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ പാത്ത് അണ്ടർ എ സ്റ്റഡി ഫ്ലോ ഈസ് എ സ്ട്രീം ലൈൻ. അതായത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യുന്ന ആ മൂവ്മെൻറ്റിന് പറയുന്ന ആ ഫ്ലോയ്ക്ക് പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോണത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന കാര്യമാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് ചോദിച്ചാൽ A1V1 ഇസ് ഈക്വൽ ടു A2V2 ഈസ് ഈക്വൽ ടു A3V3 എന്ന ഇക്വേഷനാണ്. അതായത് ഡിഫറെൻറ്റ് വോളിയംസ് ഉള്ള വാട്ടർ പോകുന്ന പൈപ്പുകൾ അല്ലെങ്കിൽ ഒരു വോളിയം ലിക്വിഡ് പാസ് ചെയ്യുന്ന പൈപ്പുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആദ്യത്തതിന് ഏരിയ A1 ആണ്, രണ്ടാമത്തതിൻ്റെ ഏരിയ A2 ആണ്, മൂന്നാമത്തതിൻ്റെ A3 ആണ്. ഇവിടെ P1 പ്രഷർ V1 പ്രഷറാണ്, ഇവിടെ P2 പ്രഷർ V2 പ്രഷറാണ്, ഇവിടെ P3 പ്രഷർ V3 പ്രഷറാണ്. നമ്മളിത് സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാണ് പരിഗണിക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. വി കൺസിഡർ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഇൻകംപ്രസിബിൾ ആയിരിക്കണം, അതുപോലെ നോൺ വിസ്കസും ആയിരിക്കണം. സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ പൈപ്സ് ഓഫ് ഏരിയ A1, A2 and A3, and V1, V2, V3 are the velocities of this cross sectional areas. അപ്പോൾ ഇതിലേക്കൂടെ പോകുന്ന ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്നത് ഇവിടെ V1 ആണ്, ഇവിടെ V2 ആണ്, ഇവിടെ V3 ആണ്. ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തടുത്തെയും വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു. V1 വോളിയം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വോളിയമാണ്, നോട്ട് വെലോസിറ്റി. വോളിയം 1 ഫസ്റ്റിലെ വോളിയം എന്നത് V1 എന്നത് A1 V1 അതെത്ര ടൈം എടുത്തു അല്ലേ. A1 ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം. A1 V1 T. അടുത്ത വോളിയം 2 എന്നത് A2 V2 T. അടുത്ത വോളിയം 3 എന്നത് A3 V3 T. അടുത്തതായിട്ട് നമുക്ക് ഓരോരുത്തടുത്തെയും ഈ 3 സെക്ഷനിലെ മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കുന്നതിന് എങ്ങനെയാ? വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസ്, എല്ലാവർക്കും അറിയാം. V ഇൻറ്റു റോ. അതായത് M1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്?
വോളിയം ഇൻറ്റു റോ, അതായത് ഈ കിട്ടിയ സാധനത്തിനെ നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം അല്ലേ. അപ്പം മാസ് ഇൻറ്റു വോളിയം ഇൻറ്റു മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ വോളിയം ക്യാൻസൽ ചെയ്തിട്ട് എന്ത് കിട്ടും? നമുക്ക് മാസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ വോളിയം നമ്മൾ ഓൾറെഡി എല്ലാത്തിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം M1 എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി A1V1T ഇൻറ്റു റോ. അടുത്ത M2 എന്നത് A2V2T ഇൻറ്റു റോ. അടുത്ത M3 എന്നത് A3V3T ഇൻറ്റു റോ. അപ്പം നമ്മൾ എല്ലായിടത്തെയും മാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റീൻ്റെ ഡെറിവേഷൻ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലാണ് എത്തേണ്ടത്. സിൻസ് ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ ആയതുകൊണ്ടിട്ട് M1 = M2 = M3 എന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻസ് നമ്മൾ അസ്യൂം ചെയ്യുക. എന്താണ്? സിൻസ് ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ M1 = M2 = M2. ദാറ്റ് മീൻസ് ഇതെല്ലാം ഈക്വൽ ആണെന്ന്, അതായത് ഈക്വൽ നമുക്ക് ചെയ്യാമെന്ന്. A1V1 T റോ = A2V2 T റോ = A3V3 T റോ. അപ്പോൾ ഈ T റോ എല്ലായിടത്തും ക്യാൻസൽ ചെയ്ത് പോയി. A1V1 = A2V2 = A3V3. ദാറ്റ് മീൻസ് AV എന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ആ ഇക്വേഷൻ, ആ ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റീൻ്റെ ഡെറിവേഷൻ ചോദിച്ചാൽ ഇനി എല്ലാവരും എഴുതി കൊടുക്കുമല്ലോ. എല്ലാത്തിലും ഫിഗർ മസ്റ്റാണ്, ഇക്വേഷൻസ് മസ്റ്റാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻസ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഫൈനൽ ഇക്വേഷനിൽ എത്തിച്ചേരുമ്പോഴുള്ള കണ്ടീഷനും മസ്റ്റാണ്. ഓക്കെ, അടുത്തതായിട്ട് എന്താണ് ടർബുലൻ്റ് ഫ്ലോ? When speed of flow increases beyond a value called critical speed, the flow loses its steadiness and become turbulent. അതായത് നോർമലായിട്ട് സ്റ്റഡി ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ട്രീം ലൈൻ ഫ്ലോ ആണെന്ന് തന്നെ വെക്കുക. അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ, ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് നമ്മുടെ ബൗണ്ടറി, അതിന് മുകളിലായാൽ ആ പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സ്പീഡ് എന്നാണ്. അപ്പോൾ ക്രിട്ടിക്കൽ സ്പീഡിന് മുകളിൽ ഏതൊരു ഫ്ലൂയിഡ് പാസ് ചെയ്താലും, അത് ഫ്ലോ ചെയ്താലും അതിന് സ്റ്റഡിനെസ് നഷ്ടപ്പെട്ടിട്ട് ടർബുലൻ്റ് ആയിട്ട് മാറും. എന്താണ് ടർബുലൻ്റ് ഫ്ലോ എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയ്നോൾഡ്സ് നമ്പർ എന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് റെയ്നോൾഡ്സ് നമ്പർ? ഇതൊരു ഡയമെൻഷൻലെസ് നമ്പറാണ് വിച്ച് ഗിവ്സ് ദി ഐഡിയ ദാറ്റ് വെദർ ദി ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ ഓർ ടർബുലൻറ്റ്. ഫ്ലോ എന്നത് സ്ട്രീം ലൈൻ ആണോ ടർബുലൻ്റ് ആണോ എന്ന് പറഞ്ഞു തരുന്ന നമ്പറാണ്. ഒരു ഡയമെൻഷൻലെസ് നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ R = ρv × d/η എന്നതാണ്. റോ എന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, V എന്നത് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, D എന്നത് ഡയമെൻഷൻ ഓഫ് പൈപ്പാണ്, ഈറ്റ എന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഇനി റെയ്നോൾഡ്സ് നമ്പർ 1000 <1000 ആണെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും, >2000 ആണെങ്കിൽ ടർബുലൻ്റ് ഫ്ലോ ആയിരിക്കും, ബിറ്റ്വീൻ 1000 ആൻഡ് 2000 ഫ്ലോ ഈസ് അൺസ്റ്റഡി. അപ്പോൾ എങ്ങനെയാണ് റെയ്നോൾഡ്സ് നമ്പർ 1000 കുറവാണെങ്കിലാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്നത്, 2000 കൂടുതലാണെങ്കിൽ അതിനെ ടർബുലൻ്റ് എന്ന് വിളിക്കും, 1000-നും 2000-നും ഇടയ്ക്കാണെങ്കിൽ അത് അൺസ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും ആ ഫ്ലൂയിഡിന് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സെക്ഷനാണ് ബെർണോളിസ് പ്രിൻസിപ്പിളും ബെർണോളിസ് തിയറവും അതിൻ്റെ ഡെറിവേഷനും. എന്താണ് ബെർണോളിസ് തിയറം? എല്ലാവരും കെയർഫുൾ ആയിട്ട് കേൾക്കുക. ബെർണോളിസ് തിയറം എന്താണെന്ന് ചോദിച്ചാൽ, തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടോട്ടൽ എനർജി ഓഫ് ആൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ഇൻ എ സ്റ്റഡി ഫ്ലോ ഫ്രം വൺ പോയിന്റ് ടു അനദർ ഈസ് കോൺസ്റ്റൻറ്റ്. എന്താണ്? ടോട്ടൽ എനർജി എന്നത് കോൺസ്റ്റൻ്റ് ആണ്. എങ്ങനെയുള്ള ഫ്ലൂയിഡിലാണ്? ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള നോൺ വിസ്കസ് ആയിട്ടുള്ള സ്റ്റഡി ഫ്ലോ ഉള്ള ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്കുള്ള ടോട്ടൽ എനർജി എന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നതാണ് ബെർണോളിസിൻ്റെ തിയറം. ബെർണോളിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the total energy of an incompressible non-viscous fluid in a steady flow from one point to another is constant. അപ്പോൾ ഇതിലെ ഒരു പോയിന്റും നമുക്ക് കളയാൻ പറ്റുന്നതല്ല. ഇതാണ് ബെർണോളിസ് തിയറം. പഠിച്ചു വെക്കുക. ബെർണോളിസ് തിയറത്തിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിഗർ ഇതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനലായിട്ട് ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പൈപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ പൈപ്പിൽ ഒരു പൊസിഷൻ, അതായത് BC എന്ന് പറഞ്ഞ സെക്ഷൻ H1 ഹൈറ്റിൽ നിൽക്കുന്നതാണ്. അടുത്ത DE എന്നത് H2 ഹൈറ്റിൽ നിൽക്കുന്നതാണ്. H2 ഹൈറ്റിൽ നിൽക്കുന്നതിൻ്റെ അവിടുത്തെ ഏരിയ A2, പ്രഷർ P2, ഇവിടുത്തെ ഏരിയ A1,
ബി സിയിലെ അതുപോലെ P1 പ്രഷർ. ഓക്കെ, ഇവിടെ V1 ഡെൽറ്റ ടി ഉണ്ട്, ഇവിടെ V2 ഡെൽറ്റ ടി ഉണ്ട്. അതിൻ്റെ വെലോസിറ്റി അറ്റ് ഡെൽറ്റ ടി ടൈം. അപ്പം ഈ ഒരു ഫിഗറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഫ്ലൂയിഡ് ഇവിടെ നമ്മൾ ബി സിയും ഡി ഒക്കെ നമുക്ക് മനസ്സിലൊന്ന് ഓർമ്മിച്ച് വെച്ചോണ്ട് ഇനി നമ്മൾ ഡെറിവേഷൻ പാർട്ടിലേക്ക് പോവാണ്. H1 H2 ഹൈറ്റ്. ഫ്ലൂയിഡ് മൂവ്സ് ഇൻ എ പൈപ്പ് ഓഫ് വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെറ്റ് ദി പൈപ്പ് ബി അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അതായത് എന്താ, വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന പൈപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഏരിയാസ് എന്നത് ഡിഫറെൻ്റ് ആണ്, അത് ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. H1 H2. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡ് ആണ്. അതുപോലെ ഫ്ലോ എന്നത് ഫ്ലൂയിഡിൻ്റെ സ്റ്റഡി ഫ്ലോ ആണ്. ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലോ ഈസ് സ്റ്റഡി ഫ്ലോ. കൺസിഡർ അറ്റ് ബി സി ആൻഡ് ഡി ഇ. അതായത് ബി സിയും ഡിയും കൺസിഡർ ചെയ്യുക. കൺസിഡർ ഫ്ലോ അറ്റ് ബി സി ആൻഡ് ഡി ഇ. അവിടുത്തെ ഫ്ലോ കൺസിഡർ ചെയ്യുക. അറ്റ് ഡെൽറ്റ ടി ടൈം കൊണ്ട്, ടൈം ഇൻ്റർവെൽ കൊണ്ടിട്ട് ഫ്ലൂയിഡ് ബി മൂവ്സ് ടു സി. ഡെൽറ്റ ടി ടൈം കൊണ്ട് ഫ്ലൂയിഡ് ബി മൂവ്സ് ടു സി. ഇവിടുന്ന് ഇവിടം വരെ മൂവ് ചെയ്യും. ആൻഡ് ഫ്ലൂയിഡ് ഡി മൂവ്സ് ടു ഇ. ആ സമയം കൊണ്ട് എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ഡി മൂവ്സ് ടു ഇ. അത്രയും പൊസിഷൻ ഡെൽറ്റ ടൈം കൊണ്ട് പോകും അറ്റ് സെയിം ടൈം. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അടുത്തതായിട്ട് വർക്ക് ഡൺ ദി ഫ്ലൂയിഡ് അറ്റ് ബി സി. ബി സിയിലെയും വർക്ക് ഡൺ കണ്ടുപിടിക്കണം അടുത്തതായിട്ട്. എന്നിട്ട് നമ്മൾ ഡി ഇയിലെയും വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഇവിടത്തെയും ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന W1 ഉം W2 ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് അറ്റ് W1 എന്ന് പറയുന്നത് P1A1 ഇൻറ്റു V1T. P1A1 ഇൻറ്റു V1T, അതായത് P1 ഡെൽറ്റ വി എന്ന് വിളിക്കാം. ഇനി വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് അറ്റ് ഡി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം 2. W2 എന്ന് പറയുന്നത് P2A2 ഇൻറ്റു V2 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു P2 ഡെൽറ്റ വി. ഇവിടെ നിന്നിട്ടും നമ്മൾ രണ്ട് എൻഡിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് ആണ്. നെറ്റ് വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് എന്ന് പറയുമ്പം ഇവിടുത്തത് മൈനസ് ഇവിടുത്തത്, അല്ലെങ്കിൽ ഇവിടുത്തത് മൈനസ് ഇവിടുത്തത്, W1 മൈനസ് W2 നമുക്ക് എടുക്കാം. അടുത്തായിട്ട് അപ്പം നമ്മൾ നെറ്റ് വർക്ക് ഡൺ ഓൺ ദി ഫ്ലൂയിഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ W ഇസ് ഈക്വൽ ടു അതിൻ്റെ ഡിഫറൻസ് W1 മൈനസ് W2, അതായത് P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി, അതായത് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി. അതൊരു ഇക്വേഷനാണ്. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. ടോട്ടൽ കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെയും സമ്മാണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എന്നൊക്കെ അല്ലേ. വർക്ക് എനർജി തിയറം പഠിക്കണേ, അത് ഈ ചാപ്റ്ററിലെ സെക്ഷൻ അല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് എനർജി തിയറം മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടുത്തെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കണം. രണ്ടും കൂടെ ആഡ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ നമുക്കിനി ചെയ്യാൻ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, 12mv² ആണ്. അപ്പം 12mv², മൈനസ് 12mv1². ദാറ്റ് മീൻസ് 12m ഇൻറ്റു V2² മൈനസ് V1². 12v⍴ എന്താ, മാസിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതി കൂടെ. 12 ഡെൽറ്റ വി ഇൻറ്റു റോ ഇൻറ്റു V2² മൈനസ് V1². അപ്പോൾ ഇക്വേഷൻ 3 കിട്ടി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടി. അടുത്തതായിട്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് കിട്ടേണ്ടത്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി mgH2 മൈനസ് mgH1 അല്ലേ. mgH നല്ല പൊട്ടൻഷ്യൽ എനർജി, അപ്പോൾ ഹൈറ്റ് H2 ഇവിടെ ഹൈറ്റ് H1. mgH2 മൈനസ് mgH1, ദാറ്റ് മീൻസ് mg ഇൻറ്റു H2 മൈനസ് H1. പിന്നെ മാസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പം ഡെൽറ്റ വി ഇൻറ്റു റോ ഇൻറ്റു ജി ഇൻറ്റു H2 മൈനസ് H1. ഇക്വേഷൻ നമ്പർ 4. എളുപ്പമല്ലേ? അടുത്തതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻസ് 1, 3, 4 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയും നമ്മൾ വർക്ക് എനർജി തിയറം എന്നൊക്കെ പറഞ്ഞിട്ട് ഡെൽറ്റ W ഇസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്നല്ല എഴുതിയത്. ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ അതിൻ്റെ ചേഞ്ച്. അപ്പം ആ ഇക്വേഷനിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെയും ഒക്കെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ നെറ്റ് വർക്ക് ഡൺ P1 മൈനസ് P2 ഡെൽറ്റ വി. അപ്പോൾ ഇതെല്ലാം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താ, ഡെൽറ്റ W എന്നല്ലേ. എന്താ, ഇവിടെ ഡെൽറ്റ W, അതിന് വേണ്ടിയുള്ള ഇക്വേഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഡെൽറ്റ കെ ഇ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇവിടെയുണ്ട്. ഡെൽറ്റ പി എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഇവിടെയുണ്ട്.
അതെടുത്തൊന്ന് ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ഇക്വേഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും P1 - P2 ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ വി റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് ഡെൽറ്റ വി റോ ജി ഇൻറ്റു H2 മൈനസ് H1 എന്ന് കിട്ടും. അതിനെ നമ്മൾ ഡെൽറ്റ വി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് P1 - P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H2 മൈനസ് റോ ജി H1 കിട്ടും. ഡെൽറ്റ വിൻ്റെ ടേം എല്ലാം പോവും. അതിനുശേഷം അതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ P1 പ്ലസ് ഈ നമ്മൾ ഈ നെഗറ്റീവ് വന്നില്ലേ, നെഗറ്റീവ് വന്നതിനെല്ലാം കൂടെ ഇനി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. ഇവിടെ ഇതൊരു നെഗറ്റീവാണ്, ഇവിടെ ഒരു നെഗറ്റീവാണ്. അപ്പം P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2. ഞാനിവിടെ ശരിക്കും നെഗറ്റീവ് ഉള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ ജി H ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പം ഇതാണ് ബെർണോളിസ് തിയറത്തിൻ്റെ ഡെറിവേഷനിൽ നമ്മൾ എത്തിച്ചേരേണ്ട കൺസെപ്റ്റ്. ഒന്നുകൂടെ പറയാം. P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ ജി H ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഈ ഇക്വേഷനിൽ കൂടെ പറയുന്നത്? സ്റ്റഡി ഫ്ലോയിൽ ഒഴുകുന്ന ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ, അതായത് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി എന്നത് കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായോ? അപ്പം എല്ലാവർക്കും ബെർണോളിസ് പ്രിൻസിപ്പിൾ, ബെർണോളിസ് തിയറത്തിൻ്റെ ഡെറിവേഷൻ ചോദിക്കട്ടെ എക്സാമിന് എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോക്സ് ലോ ആണ്. സ്റ്റോക്സ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഏതെങ്കിലും ഒരു സിനിമ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. ഓക്കെ, സ്റ്റോക്സ്. അപ്പോൾ നമുക്ക് സ്റ്റോക്സ് ലോ ആണ്, ആ സിനിമയിലുള്ള ലോ ആണ് പഠിക്കാനുള്ളത്. അവിടെ ആരെയോ ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതല്ലേ, ആ കഥ ഓർമ്മയുള്ളവർ ആ സന്ദർഭം കമൻറ്റ് ബോക്സിലിട്ടാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ പഠിക്കുന്നതിനൊരു രസവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റോക്സ് ലോ എന്താണ്? സ്റ്റോക്സ് ലോ എന്ന് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ കേട്ടുള്ള കാര്യമാണ്. ഇവിടെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ കേൾക്കുക. വെൻ എ സ്പെറിക്കൽ ബോഡി ഓഫ് ഡെൻസിറ്റി റോ, സ്പെറിക്കൽ ബോഡി ഓഫ് ഡെൻസിറ്റി റോ, അതായത് സ്പെറിക്കൽ ഫുൾ വായിക്കുക ആദ്യം. വെൻ എ സ്പെറിക്കൽ ബോഡി ഓഫ് ഡെൻസിറ്റി റോ മൂവ്സ് ത്രൂ എ ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി സിഗ്മ, ദി വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് ഗിവൺ ബൈ FV, അതായത് is equal to 6 pi eta RV. അപ്പം ഈ ഒരു ഇക്വേഷൻ F is equal to 6 pi eta RV എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ അപ്പോൾ അറിയാമായിരുന്നെങ്കിൽ ക്ലാസ്സിന് പുറത്താകില്ലായിരുന്നു. ഓക്കെ, അതായത് എന്തുവാ ഇവിടെ ഞാൻ പറഞ്ഞത്? ഒരു സ്പെറിക്കൽ ബോഡി, ആ ബോഡിക്ക് ഡെൻസിറ്റി റോ ഉണ്ട്. ഡെൻസിറ്റി റോ ഉള്ള ഒരു ബോഡി ഒരു ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുന്നു അല്ലേ, ഒരു ഫ്ലൂയിഡ് ഓഫ് ഡെൻസിറ്റി. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് F is equal to 6 pi eta RV is called സ്റ്റോക്സ് ലോ. സ്റ്റോക്സ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടെർമിനൽ വെലോസിറ്റിയാണ്. അതെന്താണെന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മളൊരു ഫ്ലൂയിഡിലേക്ക് എടുത്തെറിയുകയാണെങ്കിൽ ആ ഫ്ലൂയിഡിൽ അതെന്ത് ചെയ്യും? മുങ്ങിപ്പോകും, അതിൻ്റെ ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടായതുകൊണ്ടിട്ട്. എന്നാൽ അത് താഴേക്ക് പോകുമ്പോൾ അറ്റ് എ പർട്ടിക്കുലർ പോയിൻറ്റ് അതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു. ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ഇനി അതിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് എന്താണെന്ന് നോക്കാം. കൺസിഡർ എ സ്പെറിക്കൽ ബോഡി ഫാളിങ് ത്രൂ എ വിസ്കസ് മീഡിയം. അപ്പോൾ വിസ്കസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നു. കൺസിഡർ എ സ്പെറിക്കൽ ബോഡി ഫാളിങ് ത്രൂ എ വിസ്കസ് മീഡിയം. ദർ ആർ 3 ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബോഡി. അപ്പോൾ 3 ഫോഴ്സസ് അതിനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഫസ്റ്റ് വൺ, വെയിറ്റ് ഓഫ് ദി ബോഡി FG ആക്ടിങ് ഡൗൺവേർഡ്സ്. വെയിറ്റ് mg താഴേക്ക് അല്ലെങ്കിൽ ഉള്ളതാണല്ലോ ഡ്യൂ ടു ഗ്രാവിറ്റി. അടുത്തത് സെക്കൻഡ്, ബോയിൻ്റ് ഫോഴ്സ് FB. പ്ലവകം എന്നൊക്കെയല്ലേ അതിന് മലയാളം പറയുന്നത്? മലയാളം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ബോയിൻ്റ് ഫോഴ്സ്, പ്ലവനം എന്നുണ്ടല്ലേ, എന്തോട്ടെ. അപ്പം സെക്കൻഡ് വൺ, ബോയിൻ്റ് ഫോഴ്സ് FB ആക്ടിങ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. ബോയിൻ്റ് ഫോഴ്സ് ഇതിന് അപ്പായിട്ടുള്ള ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, വിസ്കസ് ഫോഴ്സ് FV. അതാണ് നമ്മൾ സ്റ്റോക്സ് പറഞ്ഞു നിർത്തിയത്. വിസ്കസ് ഫോഴ്സ് FV ആക്ടിങ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പം FV എന്ന ഫോഴ്സും ബോയിൻ്റ് ഫോഴ്സും അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഓഫ് ദി ബോഡി FG എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി എ സ്റ്റേജ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ വിച്ച്
upward and downward forces become equal. എന്താണ് upward force downward force equal ആയി. then the total force acting on the body becomes 0. upward force downward force equal ആയാൽ total force acting 0 ആണ്. thereafter the body will move with a constant velocity called terminal velocity. terminal velocity-ൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് ഇനി എൻ്റർ ചെയ്യാം. വെൻ എ ബോഡി അറ്റൈൻസ് ടെർമിനൽ വെലോസിറ്റി എഫ് വി പ്ലസ് എഫ് ബി എഫ് ജി, അതായത് എഫ് ജി എന്ന് പറയുന്നത് താഴോട്ടുള്ള എം ജി ആണ്, അടുത്ത എഫ് ബി എന്ന് പറയുന്ന ബോയിൻ്റ് ഫോഴ്സ് ആണ്, അടുത്ത വി എന്ന് പറയുക എഫ് വി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ വിസ്കസ് ഫോഴ്സ് ആണ്. വിസ്കസ് ഫോഴ്സും ബോയിൻ്റ് ഫോഴ്സും മുകളിലേക്കാണ്, മറ്റേത് ടോപ്പിലേക്കാണ്, ഫ്രം ബോട്ടം ടു ടോപ്പ് അല്ലേ. എഫ് ജി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് എഫ് വി പ്ലസ് എഫ് ബി ഈക്വൽ ടു എഫ് ജി എന്ന് പറഞ്ഞ കണ്ടീഷൻ എത്തണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം എഫ് വിക്കും എഫ് ബിക്കും എഫ് ജിക്കും ഓരോ എക്സ്പ്രഷൻ ഉണ്ടാക്കി നമ്മളതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ ഇക്വേഷൻസ്. കുറച്ച് മുമ്പേ നമ്മൾ എഫ് വിക്ക് ഒരു റിലേഷൻ പറഞ്ഞതാണല്ലോ, അതെന്താണെന്ന് വെച്ചാൽ എഫ് വി എന്ന് പറഞ്ഞാൽ 6π∗RV ആണ്, സ്റ്റോക്സ് അല്ലേ. അടുത്ത എഫ് ജി എന്ന് പറഞ്ഞാൽ എം ജി ആണ്, അതെല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ആക്ട് ചെയ്യുന്ന എം ജി ആണെന്ന്. എഫ് ജി അവിടെ നമ്മൾ മാസിന് പകരം നമ്മൾ വോളിയൻ്റെ ഡെൻസിറ്റിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വോളിയം എന്ന് പറയുന്നത് 4/3πr³ ആണ്, പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാസിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നാക്കി, വോളിയം ഇൻറ്റു റോ, ദാറ്റ് മീൻസ് 4/3πr³ ഇൻറ്റു റോ ജി എന്നാക്കി. അങ്ങനെ വോളിയത്തിനെ പിന്നെയും 4/3πr³ എന്നാക്കി, അപ്പോൾ റോ ജി. അപ്പോൾ എഫ് ജി കിട്ടി, എഫ് ബി കിട്ടി. അടുത്തതായിട്ട് എഫ് ബി ആണ് വേണ്ടത്. എഫ് ബി എന്ന് വെച്ചാൽ ബോയിൻ്റ് ഫോഴ്സ്, വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, അതായത് അവിടെ നിന്ന് എത്ര ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഒബ്ജക്റ്റ് വന്ന് വീണ്, അപ്പം അതിൻ്റെ മാസ്സാണ്, മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ജി, അതാണ് നമുക്ക് എഫ് ബി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മാസിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് വിളിക്കാം, ജി എന്ന് വിളിക്കാം. ഇവിടെ കണ്ടോ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത് സിഗ്മയാണ്. ആ ഒബ്ജക്റ്റ് ഒന്ന് വീണില്ലേ, അതിൻ്റെ ഡെൻസിറ്റി റോ ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ തെറ്റിപ്പോകുന്നൊരു കാര്യം. അപ്പോൾ വോളിയം ഇൻറ്റു സിഗ്മ ഇൻറ്റു ജി, ദാറ്റ് മീൻസ് 4/3πr³. അതിൻ്റെ ഒരു സ്പെറിക്കൽ ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4/3πr³ ഇൻറ്റു സിഗ്മ ജി എഫ് ബി. അപ്പോൾ 3ൻ്റെ വാല്യൂ കിട്ടി, നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ബി പ്ലസ് എഫ് ബി ഈക്വൽ എഫ് ജി 6π∗RV പ്ലസ് 4/3πr³ സിഗ്മ ജി ഈസ് ഈക്വൽ ടു 4/3πr³ റോ ജി. അപ്പോൾ എങ്ങനെ 6π∗RV ഈസ് ഈക്വൽ ടു 4/3πr³ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ തന്നെ എഴുതി. അതിനുശേഷം വി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുവന്നു. 4/3πr³ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 6π∗R എന്നാക്കി. അതിൽ നിന്നും ടെർമിനൽ വെലോസിറ്റി വി ടി ഈസ് ഈക്വൽ ടു 2/9R² റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഈറ്റ എന്ന ഇക്വേഷൻ നമ്മൾ എത്തിച്ചേർന്നു. ഇതാണ് ടെർമിനൽ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ. മറക്കരുത്, പഠിക്കണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. ടെർമിനൽ വെലോസിറ്റീൻ്റെ ഒരു ഗ്രാഫ് കൂടി ഉണ്ട്. ഇത് വിയും ടിയും ടൈമും തമ്മിൽ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോഴാണ്, ഇങ്ങനെ വരുമ്പോഴാണ്, സാച്ചുറേഷൻ ലെവൽ വരുമ്പോഴാണ് അതിന് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം, ടോറിസെല്ലീസ് ലോ, സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന കാര്യമാണ്. ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലൂയിഡ് നിൽക്കുന്ന മൊത്തത്തിലുള്ള ഹൈറ്റ് y2 ആണ്. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, ഇതിലെ കൂടെ നമുക്ക് ആ ഫ്ലൂയിഡ് പാസ് ചെയ്യിപ്പിക്കണം വിത്ത് എ വെലോസിറ്റി v1. അവിടെ മുതൽ ഈ വാട്ടർ ലെവൽ വരെയുള്ള ഹൈറ്റ് h ആണ്. ഇവിടുന്ന് താഴേക്കുള്ള ഹൈറ്റ് y1 ആണ്. ഇവിടെ a1 ആണ്. ഇവിടുത്തെ വാട്ടർ ലെവൽ അത് a2 ആണ്. ഇവിടുത്തെ പ്രഷർ p2 എന്ന് പറയുന്നത് p ആണ്. ഇത് ഒരു റീജിയൻ, ഇത് 2 റീജിയൻ. ഇത്രയും കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വേഗം പറഞ്ഞു തീർക്കാം. കൺസിഡർ എ ടാങ്ക് കണ്ടെയ്നിങ് എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ വിത്ത് എ സ്മോൾ ഹോൾ ഇൻ ഇറ്റ് സൈഡ് അറ്റ് എ ഹൈറ്റ് y1 അല്ലേ, കറക്റ്റ് അല്ലേ, ഫ്രം ഇറ്റ്സ് ബോട്ടം. a2 എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റർ ആണ് ദാൻ a1 അല്ലേ. a2 ഇത് ഭയങ്കര വലുതാണ്, ഇത് ചെറുതാണ്. ദെൻ v2 ഈസ് വെരി ലെസ് ദാൻ v1. v1 എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വെലോസിറ്റി ഒന്നുമില്ല, സ്റ്റേഷനറി ആയിട്ട് കിടക്കുന്നത് കൊണ്ടിട്ടാണ് v2 ഈസ് വെരി ലെസ് ദാൻ v1 എന്ന് പറയുന്നത്. അസ്യൂം ദാറ്റ് ഫ്ലൂയിഡ് ടു ബി റെസ്റ്റ് അറ്റ് ടോപ്പ്. ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഫ്ലൂയിഡ് റെസ്റ്റ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അസ്യൂം ദാറ്റ് ഫ്ലൂയിഡ് ടു ബി റെസ്റ്റ് അറ്റ് ടോപ്പ്. അറ്റ് ദി ഹോൾ p1 ഈസ് ഈക്വൽ ടു pa എന്ന് നമ്മൾ പറയുന്നു. അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ അറ്റ് 1 and 2 ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. p1 റോ gh1 പ്ലസ് half rho v1² is equal to p2 rho gh2 plus half rho v2² എന്ന് ആണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ 1ലും 2ലും അപ്ലൈ ചെയ്യുമ്പോൾ പറയുന്നത്. 1 is equal to, അതായത് ഇത് കോൺസ്റ്റൻറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പം ഒരു സ്ഥലത്തുള്ള റോ gh1 അല്ലേ,
അടുത്തത് റോ ജി എച്ച് ടു, അങ്ങനെ വെച്ചിട്ട് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ബട്ട് V2 = 0 എന്നറിയാം. V2 അവിടെ മുകളിൽ കിടക്കുന്നത് വെലോസിറ്റി ഇല്ലാതെ സ്റ്റേഷനറി ആയിട്ട് കിടക്കുന്നതാണ്. P2 എന്ന് പറയുന്നത് P ആണ്, അതുപോലെ P1 എന്ന് പറയുന്നത് PA ആണ്. ദാറ്റ് മീൻസ് H1 എന്ന് പറയുന്നത് Y1 ആണ്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അടുത്ത H2 എന്ന് പറയുന്നത് Y2 ആണ്. H2 എന്ന് പറഞ്ഞ പൊസിഷനിലിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ വന്ന എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടാകരുത്, ഈ മെയിൻ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ വേരിയബിൾസ് തന്നെ ഇട്ട് കൊടുക്കുന്നു. PA പ്ലസ് റോ ജി Y1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ P പ്ലസ് റോ ജി H2 ഹാഫ് റോ V1 സ്ക്വയർ P മൈനസ് PA പ്ലസ് റോ ജി ഇൻറ്റു Y2 മൈനസ് Y1 ഹാഫ് റോ V1 സ്ക്വയർ P മൈനസ് PA പ്ലസ് റോ ജി H V1 സ്ക്വയർ 2 ബൈ റോ into P minus PA plus rho GH. V1 is equal to 2 root of 2 by rho P minus PA plus rho GH plus 2GH. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുക. ഇത് ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം ആണ്. ടോറി-സെല്ലീസ് ലോ എന്നൊക്കെ പറയുന്ന സ്പീഡ് ഓഫ് എഫ്ലക്സ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അത് നമ്മൾ പറയുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. വെൻറ്റുറി മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അതും ബെർണോളിസ് തിയറത്തിൻ്റെ ഫ്രാക്ഷനായ ഒരു പാർട്ടായിട്ട് വരുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോക്കുക, ഒരു കാര്യം പറയാം, ബെർണോളിസ് തിയറം അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉൾപ്പെടെ എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. എല്ലാം പഠിച്ചിട്ടേ പോകും. വെൻറ്റുറി മീറ്റർ കൂടെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.